സർക്കാരിന്റെ വികസന സദസ്സ് ബഹിഷ്കരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ സർക്കുലർ തള്ളി മുസ്ലിം ലീഗ്. പരിപാടി അനുകൂലിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തി. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സദസ്സ് സംഘടിപ്പിച്ചില്ലെങ്കിൽ സർക്കാർ അവിടെ സദസ്സ് നടത്തുമെന്നും ലീഗ് ചൂണ്ടിക്കാട്ടി. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, സദസ്സ് നടത്തരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും UDF കൺവീനറിന്റെയും നിലപാട്. എന്താണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? ആര്യ, നവകേരള സദസ്സിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാനും വേണ്ടി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വികസന സദസ്സ് നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സദസ്സ് സംഘടിപ്പിക്കുന്നത് ദൂർത്താണെന്നും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഫണ്ട് ചെലവഴിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള തന്ത്രമാണെന്നുമായിരുന്നു UDF കൺവീനറുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് MP കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ കത്ത് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറത്തെ ജില്ലാ ലീഗ് നേതൃത്വം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതായത് ഈ വികസന സദസ്സ് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഗംഭീരമായി നടത്തണമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി P അബ്ദുൾ ഹമീദ് MLA അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ UDF സഹകരിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ തദ്ദേശ സ്ഥാപനത്തിൽ സെക്രട്ടറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDFന് പറയാനുള്ള കാര്യങ്ങൾ, അവർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ പറയാനുള്ള അവസരമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.